എൻ്റെ മരണം വലിയൊരു നഷ്ടം തന്നെയാണ്. അച്ഛൻ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല, തൃശ്ശൂരിൻ്റെ ഇവിടുത്തെ സാംസ്കാരിക അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ വലിയ സംഭാവനകൾ ചെയ്ത അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരോധാനം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് വലിയൊരു നഷ്ടമാണ്. എന്നാലും രോഗബാധിതനായി കുറേ നാൾ കിടന്നു കഴിഞ്ഞ് ഒരു തരത്തിൽ അദ്ദേഹത്തിന് അതിൽ നിന്നൊരു മോചനം ദൈവം കൊടുത്തിരിക്കുകയാണ്. എല്ലാവിധ പ്രാർത്ഥനകളും സർവേശ്വരൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ എത്തിച്ചാൻ നൽകുന്നത് പ്രാർത്ഥിക്കുന്നു. മൃഗരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെ നോക്കണമേ. സന്തോഷത്തിലവരാനന്ദിക്കും കർത്താവേ, നിൻ ദിവ്യശരീരം അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ജീവൻ നൽകി മഹോന്നതമായ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ഇരുവഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ. ഇരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെങ്കലമെങ്കും പൊങ്ങി മുഴങ്ങും കാരണനാകും പൂജിതമല്ലോ. എല്ലാരും എന്നി വിളങ്ങും വരവരുടേണം. മഹിമാമുഴുതും മഴവരയിലും ചേർക്കണമീശോ. എല്ലാരും എന്നി വിളങ്ങും വരവരുടേണം.
ഞാൻ വിളിക്കുന്നു മനുഷ്യരെടുക്കുന്നതിനെ നാമത്തിന് സ്തുതി. ശബ്ദം കേൾക്കണമേ. ഞാൻ ശരണപ്പെടുന്നു. ഞാൻ വിളിക്കുന്നു പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടും കൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമേൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ഞങ്ങളുടെ ഈ സഹോദര വൈദിക സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും എന്റെ പ്രമേയം അനുഗ്രഹമാരാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരുപാട് മനുഷ്യരായിട്ട് ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ, പലതരത്തിൽ വ്യത്യസ്ത മേഖലയിൽ. അച്ഛനെ പോലെ ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരാളെ എനിക്ക് കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടല്ലോ, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന വർക്ക് ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ്റെ ആദ്യത്തെ പ്രസംഗം ഞാൻ ഓർത്തു പോവുകയാണ്. അതന്ന് നമ്മുടെ കാർദിനാൾ വന്നു, ജൂബിലിയിൽ വന്നിട്ട് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, തൃശ്ശൂർ ആസ്പത്രി, ജൂബിലി മിഷൻ ആസ്പത്രി നമുക്കൊരു മെഡിക്കൽ കോളേജ് ആക്കണമെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് അന്ന് മെഡിക്കൽ കോളേജ് ചർച്ച ചെയ്യാത്തൊരു കാലഘട്ടത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ മെഡിക്കൽ കോളേജ് വരണമെന്ന് പറഞ്ഞിട്ട് ആ കാർദിനാൾ അദ്ദേഹം തമിഴ്നാട്ടിലെ ആളാണ്. അങ്ങോട്ട് പറഞ്ഞു, അവിടെ വെച്ചിട്ടാണ് ഈ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കണം എന്ന് കേരളത്തിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ ലീഡർഷിപ്പ് അന്ന് അച്ഛനെടുക്കണം. ഞാൻ അന്ന് ആ യോഗത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിനു വേണ്ടിയുള്ള, അന്ന് എല്ലാ സർക്കാരും എതിരായിരുന്നു പ്രൈവറ്റ് സെക്ടറിലും മെഡിക്കൽ കോളേജ്. അന്ന് അങ്കമാലി വരെ കണ്ണാസ്പത്രി ഇത് കൊടുത്തപ്പോൾ അതിന് എതിർത്ത കാലഘട്ടത്തിലാണ് ഈ ലൂർദ് സ്വാമിയാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. അത് മുതൽക്ക് അച്ഛൻ്റെ ശ്രമമാണ് സ്നേഹിത ഈ തൃശ്ശൂരിങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് വരാൻ ഉണ്ടായ കാര്യം. അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാൻ, അദ്ദേഹം ഡോക്ടറായിരുന്നു. അദ്ദേഹം തൃശ്ശൂർ മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ജൂനിയറായിരുന്നു. അത്രയും ഒരു വ്യക്തിബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. അച്ഛനെ പോലൊരാളൊക്കെയും ഈ നാട്ടിൽ നഷ്ടപ്പെടാന്നൊക്കെ പറഞ്ഞാൽ നഷ്ടപ്പെട്ട് ഇപ്പം നന്നായി, ഇനി കിടന്നാൽ അദ്ദേഹം വല്ലാതെ നരകിക്കും. ഒരിക്കൽ പോലും അച്ഛനെ ആ മെഡിക്കൽ കോളേജ് വേറെ ഒന്നും വേണ്ട, അദ്ദേഹത്തെ ബിഷപ്പൊന്നും ആക്കണ്ട, അദ്ദേഹത്തെ ആ മെഡിക്കൽ കോളേജ് മാറ്റാൻ പാടില്ല. ആ മെഡിക്കൽ കോളേജ് പിന്നെയും വളരെ ഫ്ലറിഷ് ചെയ്യും. കാരണം ഡോക്ടർമാർ വളരെ കുറവാണ് ഈ പള്ളികളിൽ. അവർ ഇത് ഡോക്ടർ തന്നെയാണ് ഒരു മെഡിക്കൽ കോളേജിന്റെ എല്ലാം ആവുമ്പോൾ അതിന് എ ടു സെറ്റ് അദ്ദേഹത്തിനറിയാം. നിങ്ങൾ വല്ലപ്പോഴും അദ്ദേഹത്തിന് മുറി പോയിട്ടുണ്ടോ? അദ്ദേഹം ആലപ്പാട്ടച്ഛൻ അതിന്റെ ഡയറക്ടറായിരിക്കുമ്പോൾ ആലപ്പാട്ടച്ഛന്റെ മുറി ഒന്ന് പോയി നിങ്ങൾ കണ്ടാൽ മതി. എന്തെല്ലാം സാധനങ്ങളാ അച്ഛൻ അവിടെ കിടക്കണമെങ്കിലാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛൻ ആലപ്പാട്ടച്ഛൻ എങ്ങനെയാണ് ആ മുറിയിൽ കിടക്കാൻ പറ്റാതെ? തൃശ്ശൂരത്തെ ദേവസ്വങ്ങളെ പള്ളിയുമായിട്ട് ബിഷപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലിംഗ അച്ഛനായിരുന്നു. തൃശ്ശൂർ പൂരം വരുമ്പോൾ ആ പൂരത്തിൻ്റെ എല്ലാ കാര്യത്തിനും
അച്ഛൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ ചമയപ്രദർശനം വന്നപ്പോൾ അച്ഛൻ ബിഷപ്പിനെ കൊണ്ടുവരും, അവിടേക്ക് അച്ഛന്മാരെ കൊണ്ടുവരും. എന്തുകൊണ്ടാണ്? ഇതൊരു സൗഹൃദത്തിൻ്റെ കാലമാണ്. തൃശ്ശൂരിലെ വലിയ കാശുകാരൻ മുഴുവൻ അച്ഛൻ അവിടേക്ക് കൊണ്ടുവന്നു, ലക്ഷങ്ങൾ ഇറക്കിച്ചു. ലക്ഷങ്ങൾ തൃശ്ശൂരിൻ്റെ ജനങ്ങളെ അച്ഛൻ അവിടെ ഇറക്കിച്ചു. അപ്പം ഞങ്ങൾ കളിയാക്കി പോലെ അത് ഞാൻ ഇതിൽ പറയുന്നില്ല. അച്ഛൻ ആ ചെയ്തപ്പെടുത്ത എല്ലാവരെയും ഈ ബിഷപ്പും ഈ പള്ളിയുമായിട്ട്, കത്തോലിക്ക പള്ളിയുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവന്നത് ഒരു ചെറിയ അനുഭവമല്ല. പലരും ബിഷപ്പ്മാർ വരും. തൂങ്കുഴി പിതാവിനെ എടുത്തു പറയുന്ന ഒരു കാലഘട്ടത്തിൽ തൂങ്കുഴി പിതാവ് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തു അച്ഛന്, അല്ലാതെ കളിക്കാൻ പറ്റില്ല, കൊടുത്ത് ഞാൻ ഓർത്തു പോകാൻ. ആ കാലഘട്ടത്തിൽ അച്ഛൻ ഇവിടെ വെച്ചൊരു പ്രസ്ഥാനം ഉണ്ടല്ലോ, ഇന്ന് 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാരോട് ജോലി ചെയ്യുന്നുണ്ട്. 1000 കണക്കിന് പേർക്ക് ജീവിതമാർഗം ഉണ്ടാക്കിയത് ആ മെഡിക്കൽ കോളേജ് വന്നുകൊണ്ടാ. അച്ഛൻ്റെ ഒരു അപൂർവമായ പ്രവർത്തനം. അദ്ദേഹത്തെ 100 ഞങ്ങളുടെ കുട്ടികളെ സ്ഥാപനം നടത്തി, അനാഥ കുട്ടികളെ, സെക്സ് വർക്കേഴ്സിന് കുട്ടികൾ നടത്തി. അച്ഛൻ കന്യാസ്ത്രീകളെ മുഴുവൻ വണ്ടിയിൽ കയറ്റി. അച്ഛൻ വന്ന് മണ്ണുത്തിക്ക് വന്നു, കാളത്തോടേക്ക് വന്നു. അച്ഛൻ വന്നു അവിടേക്ക് ഒരു ജീപ്പിൽ എല്ലാവരും കയറ്റിയിട്ട് അച്ഛൻ വരിക. അച്ഛൻ വന്ന് രാധാകൃഷ്ണ ഇരിക്കട്ടെ 10,000 രൂപ ആ സ്ഥാപനത്തിന് എന്ന് പറഞ്ഞ് ഓർമ്മ ദിവസം ഞാൻ ഓർത്തു പോവുകയാണ്. അത് കഴിഞ്ഞ് ജൂബിലിയിൽ ഞാൻ മേയർ സ്ഥാനം കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്കിവിടെ ജനിച്ച കുട്ടികളുണ്ട്, ഈ ജൂബിലി ജനിച്ച കുട്ടികളുടെ കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന്. എവിടെ? ജൂബിലി മെഡിക്കൽ കോളേജിൽ ജനിച്ച കുട്ടികൾ ഉണ്ടല്ലോ, ആ കുട്ടികളെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അച്ഛൻ നടത്തിയൊരു പ്രവർത്തനമുണ്ട് സ്നേഹിതന്മാരെ. അതൊക്കെ ഞങ്ങളുടെ ടീം വർക്കിലാണ് ചെയ്തത്. ഏത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. മോളെ സംരക്ഷിച്ച് അച്ഛനെ മോളെ സംരക്ഷണം മറക്കാൻ പറ്റുമോ? മോളെ സ്കൂളിലെ അതിൻ്റെ ഈ കിഴക്കേ ഭാഗത്തെ ഗേറ്റിൻ്റെ അവിടെ ചെറിയൊരു സ്ഥലമുണ്ട്, അവിടെ മുള വെച്ചത് ഞാൻ ഓർത്തു. അച്ഛൻ മുളയുടെ ആളായിട്ട് പറയും ഞങ്ങൾ. മുള എന്ന് പറഞ്ഞത് ഒരു അപൂർവമാണെന്നും മുളയുടെ സ്റ്റഡി ഗ്രോത്ത് ആണെന്നും അച്ഛൻ മുളയ്ക്ക് വേണ്ടി പ്രചരിപ്പിച്ചത് ഞങ്ങൾ ആലോചിച്ചു. എത്രയോ മുള വയ്ക്കാൻ പോയത് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പം അച്ഛൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ ഓരോ മുള കാണുമ്പോഴും അച്ഛനാണ് എൻ്റെ മനസ്സിൽ. നമസ്കാരം.